ഒരുപാട് ഡോക്ടർമാരെ കാട്ടി, ഒരുപാട് ഹോസ്പിറ്റലിൽ മാറി മാറി കാട്ടി. എന്നിട്ട് ഈ ചൊറിച്ചലും ബ്ലഡ് വരലായിട്ട് ഷുഗറുള്ള ആളാണേ, അപ്പം പേടിയായി. സോറിയാസിസ് പോലുള്ളതൊക്കെ ഇങ്ങനെ കണ്ണടിച്ചിരുന്ന മാറുമെന്ന് ചോദിക്കുന്ന കുറെ ആളുകൾക്ക് ഇത് നല്ല ഉത്തര. കാല് കണ്ടാലറിയാം. ഏതെങ്കിലും മരുന്ന് പരത്തിയോ അവരുടെ കാലെന്നെ കൊണ്ടുവന്ന് കാണിച്ചോ? 22 വർഷമായിട്ട് കാലിലെ സോറിയാസിസ് ആണ്. അത് പല ഡോക്ടേഴ്സിനെയും കാട്ടി ഒരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്ന് തിങ്കളാഴ്ച വന്ന് ചൊവ്വാഴ്ച ചൊറിച്ചൽ മാറി. ബ്ലഡ് വന്നിരുന്നു, ബ്ലഡ് ഇപ്പോൾ വരുന്നില്ല. ഷുഗറും പ്രഷറിനും തിങ്കളാഴ്ച മാത്രമേ മരുന്ന് കഴിച്ചിട്ടുള്ളൂ, മരുന്ന് കഴിച്ചിട്ടില്ല. സുഖമുണ്ട്, എല്ലാം കൊണ്ടും സുഖമുണ്ട്. എനിക്കതിന് ഭയങ്കര താങ്ക്സ് സാറിനോട്. പിന്നെ ഈ കളർ പോവാൻ എനിക്കൊരു മുദ്ര പറഞ്ഞായിരുന്നു. 22 വർഷമായതാ. ഓ, ഒരുപാട് ഡോക്ടർമാരെ കാട്ടി, ഒരുപാട് ഹോസ്പിറ്റലിൽ മാറി മാറി കാട്ടി. എന്നിട്ട് ഈ ചൊറിച്ചലും ബ്ലഡ് വരലായിട്ട് ഷുഗറുള്ള ആളാണേ, അപ്പം പേടിയായി. എനിക്ക് വളരെ സന്തോഷമായി. അപ്പം ഈ കളർ പോകാൻ എനിക്കൊരു മുദ്ര പറഞ്ഞായിരുന്നു, അത് മാത്രം മതി. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇതൊരു സാധനമാണ് എന്ന് പറഞ്ഞാൽ സോറിയാസിസ്. പൊതുവിൽ ചൊറിച്ചിൽ പോലുള്ള സാധനങ്ങൾക്ക് സാധാരണ സ്കിന്നിൽ വരുന്ന ചൊറിച്ചിലിന് പല മരുന്നുകൾ ഉപയോഗിച്ചിട്ട് അത് കോംപ്ലിക്കേറ്റഡ് ആവാറാണ് പതിവ്. സോറിയാസിസ് പോലുള്ളതൊക്കെ ഇങ്ങനെ കണ്ണടിച്ചിരുന്ന മാറുമെന്ന് ചോദിക്കുന്ന കുറെ ആളുകൾക്ക് ഇത് നല്ല ഉത്തര. കാല് കണ്ടാലറിയാം. കാരണം സോറിയാസിസ് പൊതുവില് മോഡേൺ സയൻസിൽ വരുന്നില്ല എന്ന് മാത്രമല്ല, പല ചികിത്സകരും പലപ്പോഴും ഭയപ്പെടുന്ന ഒരു സാധനമാണ് സോറിയാസിസ്. അപ്പൊ അതിന് 2ാമത്തെ ദിവസം അവരുടെ ചൊറിച്ചിൽ നിന്നു എന്നാണ്. ഏതെങ്കിലും മരുന്ന് പരത്തിയോ അവരുടെ കാലെന്നെ കൊണ്ടുവന്ന് കാണിച്ചോ? റിസൾട്ട് കാല് കാണുമ്പോഴാണ് നമ്മളിപ്പോൾ കാണുന്നത്. സാധാരണ സോറിയാസിസിന്റെ വിഷയത്തിൽ മാസങ്ങളോളം മരുന്ന് കുടിച്ചാലും ചെറിയ റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സാധനമാണ്. അതിപ്പോ എത്ര വർഷമായി? 22 വർഷമായിട്ട് സോറിയാസിസിന് മരുന്ന് കുടിച്ചിട്ട് കിട്ടാത്ത റിസൾട്ട് 2ാമത്തെ ദിവസം കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് മാജിക് ആണെങ്കിലും കുഴപ്പം. ബ്ലഡ് വന്നിരുന്നു, ബ്ലഡ് ചൊറിയുമ്പോൾ ബ്ലഡ് വരും, അത് മാറി. എന്തായാലും നല്ല റിസൾട്ട്.